ഒരു ഡിസംബറിന്റെ കണ്ണീര് ഓർമ്മയാണ് പാലക്കാട് പനയമ്പാടത്തുകാർക്ക് 4 കുരുന്നുകൾ. നിയന്ത്രണം വിട്ട ലോറി പാഞ്ഞു കയറിയാണ് പാലക്കാട് കോഴിക്കോട് ദേശീയപാതയിൽ 4 കുട്ടികൾ മരിച്ചത്. സംഭവം നടന്ന മാസങ്ങൾ കഴിഞ്ഞിട്ടും ഇതുവഴി യാത്ര ചെയ്യുന്നവർക്ക് ഇപ്പോഴും വലിയ പേടിയാണ്. ഞങ്ങൾ ഈ റോഡ് പണി തുടങ്ങിയപ്പോൾ പ്രതിഷേധിക്കാൻ തുടങ്ങിയാണ്. അവർ വെറുതെ മാന്തിട്ട് പോകും, ഓരോ വർഷം വന്ന് മാന്തിട്ട് പോകും. മരണം എത്ര മരണം ഇവിടെ സംഭവിച്ചെന്നറിയോ? 2024 ഡിസംബർ 12 അന്നൊരു കറുത്ത ദിനമായിരുന്നു പനയമ്പാടത്തിന്. പാലക്കാട് കോഴിക്കോട് ദേശീയപാതയിലുള്ള പനയമ്പാടത്തെ ഈ റോഡിലാണ് 4 കുരുന്നുകളുടെ ജീവൻ നിയന്ത്രണം വിട്ട ഒരു ലോറി എടുത്തത്. പരീക്ഷ കഴിഞ്ഞ് സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്ന കുട്ടികൾ അത്ര കണ്ട് സന്തോഷത്തിലായിരുന്നു. എന്നാൽ സെക്കൻഡുകൾ കൊണ്ട് 4 കുരുന്നുകളും നിശ്ചലരായി. അന്ന് കണ്ടത് പനയമ്പാടത്തുകാരുടെ രാഷ്ട്രീയ ഭേദമന്യേയുള്ള സമാനതകളില്ലാത്ത പ്രതിഷേധം. ജില്ലാ കളക്ടർ വരെ സമരക്കാരുമായി സംസാരിച്ചാണ് അന്ന് പ്രശ്നം തീർത്തത്. റോഡ് വീതി കൂട്ടുക, വളവുകൾ നികത്തുക, അപകടമില്ലാത്ത വിധം ആളുകൾക്ക് സഞ്ചരിക്കാൻ നല്ലൊരു നടപ്പാത, ഇതൊക്കെയായിരുന്നു ആവശ്യങ്ങൾ. സംഭവം നടന്ന് 9 മാസം പിന്നിട്ടിട്ടും കാര്യമായി ഒന്നും നടന്നില്ല. പരിഹാരമായിട്ട് നമ്മൾ ഡിവൈഡ് ഇട്ടിട്ടുണ്ട്, പക്ഷെ അത് പോരാ. വീതി വളരെ കുറവാണ്. വണ്ടികൾ വാഹനങ്ങൾ അങ്ങോട്ടും വളരെ പ്രയാസമുണ്ട്. അതേപോലെ തന്നെ കാൽനടക്കാർക്ക് വളരെ പ്രയാസമാണ്. അത് മാത്രമല്ല, സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ കുട്ടികൾ വരുന്ന ഓരോ അവസ്ഥയിൽ കാണുമ്പോൾ നമുക്ക് വളരെ പ്രയാസം തോന്നുന്നുണ്ട്. പോലീസ് ഇടപെട്ട് ചെങ്കുത്തായ ഇറക്കത്തിൽ ബാരിക്കേഡ് വരെ സ്ഥാപിച്ചു. കുറച്ചു കനത്തിൽ ഹമ്പുകളും. അത്രമാത്രം. ഇവിടെ രാഷ്ട്രീയ പാർട്ടിക്കാരുടെ കളിയല്ലേ. അപ്പോൾ അവിടെ പകുതി ചെയ്തു, ഇത് ബാക്കി ഇവിടെ ഇല്ല. ഇതിപ്പോൾ അതിൻ്റെ ബാക്കി അത് അവിടെ ചെയ്യണം. ഇതിപ്പോൾ ഇങ്ങനെ പഴനിയിൽ അമ്പട്ടം കത്തിച്ചമാര് പകുതി ചെയ്തിട്ട് എന്തായാലും ചെയ്യണമെങ്കിൽ ഒരു തല തീർത്ത് ചെയ്യണ്ടേ? അത് ചെയ്യില്ല. അതിനെ രാഷ്ട്രീയ പാർട്ടിക്കാരനതെ. ഇറക്കത്തിൽ വാഹനങ്ങൾ ഹമ്പിൽ കയറിയിറങ്ങി നിയന്ത്രണം വിട്ടുള്ള അപകടങ്ങൾ അതിനുശേഷവും നടന്നു. സ്ഥിരമായി മേഖലയിലെ പെട്രോളിംഗ് നടത്തേണ്ട ഗതികേടിലാണ് തച്ചമ്പാറ പോലീസ്. സംസ്ഥാന പോലീസ് ഇന്റലിജൻസ് റോഡിൽ ഇനിയും അപകടങ്ങൾ നടക്കാനുള്ള സാധ്യതയുണ്ടെന്ന് റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. ആ റിപ്പോർട്ട് സർക്കാരിലേക്ക് എത്തി. പക്ഷേ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഒന്നും തുടങ്ങിയിട്ടില്ല. നിർമ്മാണ സമയത്തെ അപാകത തന്നെയാണ് ഈ റോഡിൽ അപകടങ്ങൾ പതിവാകാൻ കാരണമെന്ന് നാട്ടുകാർ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നുണ്ട്. ഇപ്പോൾ താൽക്കാലികമായ പരിഹാരം കണ്ടെത്തിയെന്നാണ് അധികൃതർ പറയുന്നത്. പക്ഷേ പിന്നെയും അപകടങ്ങൾക്കുള്ള സാധ്യത ഏറെയാണ്. അടിയന്തര പരിഹാരമാണ് ആവശ്യപ്പെടുന്നത്, കണ്ണിൽ പൊടിയിടലല്ല. രാജീവ് സുദേവിനൊപ്പം ശ്രീകുമാരൻ, 24 പാലക്കാട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.